ഇന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി 250 കപ്പിന് 1/2 കപ്പ് മൈദപ്പൊടി, കൂടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. പിന്നെ 1/4 കപ്പ് പാല്, അല്പം ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഒരു സോസ് പാൻ ചൂടായതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ആ ബാറ്റർ മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഫില്ലിങ് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് വിതറിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം പുഴുങ്ങിയെടുത്ത 3 മുട്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മുട്ട മുഴുവനായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ലൈസറി ചീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിപ്പം ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാൻ ചൂടായതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.